മുത്തശ്ശി അനാമികയോട് പറയുന്നുണ്ട്, മോളെ അനാമിക, കിച്ചണിൽ കുറച്ച് ജോലികളുണ്ട്. മുത്തശ്ശി പറഞ്ഞത് കേട്ട് അനാമിക ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. അതിനെനിക്ക് പാചകം അറിയില്ല മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല മോളെ, അതുകൊണ്ട് മോള് കിച്ചണിൽ കയറിയേ പറ്റൂ. ഞാൻ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് കൊണ്ട് കിച്ചണിൽ കയറാൻ തീരെ നേരമുണ്ടാവാറില്ല. അത് മാത്രമല്ല, ഞാൻ മോൾക്ക് നല്ല ക്ഷീണവും ഉണ്ട്. അതുകൊണ്ട് ഇനി മുതൽ മോള് വേണം കിച്ചണിൽ കയറാൻ. നവ്യമോളോട് കിച്ചണിൽ കയറാൻ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. നവ്യമോള് ഗർഭിണിയല്ലേ, അവൾക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എന്ന് മറുപടി കൊടുത്ത് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. അതൊക്കെ കേട്ട് ദേവ്യാനി അനാമികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ അനാമിക ആലോചിച്ച് നിൽക്കുന്നത്? മുത്തശ്ശി പറഞ്ഞത് മോള് കേട്ടില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് കിച്ചണിൽ കയറാൻ നോക്ക്. അനിയും ആദർശമെല്ലാം ഉച്ചയ്ക്ക് ഊണിനുണ്ടാവും. അങ്ങനെ ദേവ്യാനി അനാമികയെ കിച്ചണിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അനാമിക കിച്ചണിൽ കയറുകയാണ്. അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട്, ഇനി താൻ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ഒറ്റയ്ക്ക് ചെയ്ത് ശീലവുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വെജിറ്റബിൾസ് എല്ലാം ദേഷ്യത്തിൽ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അനാമിക കറി വെക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെക്കുന്നതിനിടയ്ക്ക് അനാമികയുടെ കൈ പൊള്ളുന്നുണ്ട്. അങ്ങനെ അനാമിക ഉറക്കെ നിലവിളിക്കുകയാണ്. അനാമികയുടെ നിലവിളി കേട്ട് ജലജയും ജാനകി ഓടി വരുന്നുണ്ട്. അങ്ങനെ ജാനകി അനാമികയ്ക്ക് ഓയിൽമെന്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇക്കാര്യം അനാമിക തൻ്റെ അമ്മയെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ അനാമിക രേവതിയോട് പറയുകയാണ്, അമ്മ ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവിടുത്തെ കിളവിയില്ലേ, അവർ എന്നെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാനുള്ള പുറപ്പാടാണ്. ഇന്ന് രാവിലെ അവർ പറഞ്ഞു കിച്ചണിൽ കയറി എല്ലാ ജോലികളും ചെയ്യാൻ. ഞാൻ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളിയ അമ്മേ എന്നൊക്കെ അനാമിക പറയുമ്പോൾ, അയ്യോ കൈ നന്നായി പൊള്ളിയ മോളെ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. വീട്ടു ജോലികളെല്ലാം ചെയ്യാൻ അവിടെ സെർവൻ്റ് ഇല്ലേ? മോൾ എന്തിനാണ് ഒറ്റയ്ക്ക് കിച്ചണിൽ കയറി എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി. വേലക്കാരികളെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ് അമ്മേ, ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിന് മോൾ ഒറ്റയ്ക്ക് വീട്ടുജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവിടെ വേറെ ആരുമില്ലേ മോളെ സഹായിക്കാൻ? ഞാൻ അങ്ങോട്ട് വരാം, ഇത് ചോദിക്കുക തന്നെ വേണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അനാമികയുടെ കൈ പൊള്ളിയത് കൊണ്ട് തന്നെ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. ശേഷം ദേവ്യാനി നയനി കിച്ചണിൽ കയറി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് നവ്യ വരുന്നുണ്ട്. അമ്മായി, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ നവ്യ പറയുമ്പോൾ, അതൊന്നും വേണ്ട മോളെ, എനിക്ക് നയനിക്കും ചെയ്യാവുന്ന ജോലികളെ ഇവിടെയുള്ളൂ, അതുകൊണ്ട് മോള് പോയി റെസ്റ്റ് എടുക്ക് എന്നൊക്കെ ദേവ്യാനി നവ്യയോട് പറയുന്നുണ്ട്. ആ സമയത്താണ് അനാമികയുടെ അമ്മയുടെ ബഹളം അവർ കേൾക്കുന്നത്. എൻ്റെ മോളെ കിച്ചണിൽ കയറി ജോലി ചെയ്യിപ്പിക്കാനാണോ ഞങ്ങൾ മോളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എൻ്റെ മോളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി അവളെ മനഃപൂർവ്വം കിച്ചണിൽ കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ആ സമയം ദേവ്യാനി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, വീട്ടിൽ കയറി വന്ന മരുമക്കൾ ജോലി ചെയ്യുന്നത് ഇത്ര പ്രശ്നം. എൻ്റെ മരുമകൾ നയന വീട്ടിലെ ജോലികളെല്ലാം ഒരു വക ഒതുക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അവളുടെ വീട്ടുകാർ വന്ന് ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, മരുമകളാണെന്ന് കരുതി വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളെവിടെ? ഇനി അവളുടെ ആവശ്യമില്ലല്ലോ, എൻ്റെ മകളെ കൊണ്ട് എല്ലാവരും എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുകയല്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അനാമിക മോളോട് ജോലി ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്, അല്ലാതെ ദേവയാനിയല്ല. ഒരു മരുമകളാവുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വീട്ടിലുണ്ട്, ആ കാര്യം നിങ്ങൾക്കറിയില്ലേ? അത് പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് മോളെ കിച്ചണിൽ കയറ്റിയത്. അവളുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ അവളെ കിച്ചണിൽ കയറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. എല്ലാവരും കൂടി എൻ്റെ മോളെ കഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ ജോലി ചെയ്യാൻ സെർവൻ്റ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാം. ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ, എത്ര സെർവൻസിനെ വേണമെങ്കിലും വേണുവേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അതെ അമ്മേ, ഈ വീട്ടുകാർക്ക് സെർവൻസിന് കൊടുക്കാൻ ശമ്പളമില്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അച്ഛൻ കൊടുത്തോളും ജോലിക്കാർക്കുള്ള ശമ്പളം എന്നൊക്കെ പറയുകയാണ് അനാമിക. അനാമിക മോളെ, ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കേണ്ട. 19 പേര് ജോലിക്ക് നിർത്തിയാലോ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പ്രാപ്തി ഈ കുടുംബത്തിനുണ്ട്. പിന്നെ അനാമികയുടെ അച്ഛൻ്റെ ആവശ്യം ഇവിടെയില്ല. പിന്നെ ആദ്യമായി കിച്ചണിൽ കയറുമ്പോൾ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്, അത് കുറേ കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ ദേവ്യാനി അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നവ്യയെ നോക്കി അനാമിക പറയുന്നുണ്ട്, ഇവളുടെ ചേച്ചിയും ചേർന്നാണ് മുത്തശ്ശിയെ തിരി കയറ്റി എന്നെ കൊണ്ട് കിച്ചണിൽ കയറ്റിയത്. ഇവള് ഗർഭിണിയാണെന്ന പേരും പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാറില്ല അമ്മേ എന്ന് പറയുകയാണ് അനാമിക. അത് കൊള്ളാം, ഇവൾമാരൊക്കെ സുഖിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മോള് കിച്ചണിൽ കയറി കഷ്ടപ്പെടണം, അത് എവിടുത്തെ ന്യായമാണ്? ഇവളുടെ ചേച്ചി സുഖിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവിടെ പാർഷ്യാലിറ്റി ഉണ്ടോ?
എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും ഇവളോട് കിച്ചണിൽ കയറാൻ പറഞ്ഞിട്ടില്ല. അതിലും ഭേദം ഇവിടെ നിന്നൊന്നും കഴിക്കാത്തത് തന്നെയാണ്. അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ മോളുടെ കൈപുണ്യം. പിന്നെ ഇവളുടെ കൈ പൊള്ളിയത് ഇവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ്. എല്ലാം നോക്കിയും കണ്ടും ചെയ്യണമായിരുന്നു. അതിന് ഞങ്ങളുടെ നേരെ കുതിര കയറാൻ വരേണ്ട എന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവളുടെ ഒരു അഹങ്കാരം. ഇവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നതിന് പുറമെ ഇവളുടെ വായിലുള്ളതും കേൾക്കണം എന്നൊക്കെ അനാമിക രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് തവണ എൻ്റെ കൈയും പൊള്ളിയിട്ടുണ്ട് അനാമികയെ. മാത്രമല്ല കൈ മുറിഞ്ഞ് ചോരയും വരാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പരാതിയായി ഇവിടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അനാമിക, നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം ഇങ്ങനെ പരാതിയായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയൊരു മുറിവല്ലേ, ഇതിങ്ങനെ എല്ലാവരോടും പറഞ്ഞ് പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. അനാമികയെ, നവ്യ പറഞ്ഞത് ശരിയാണ്. ഒരു നിസ്സാര പ്രശ്നം വലിയ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനേയും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നീ എല്ലാം കൂടിയാണ് എന്നെക്കൊണ്ട് ഇവിടുത്തെ ജോലി ചെയ്യിപ്പിച്ചത്. നീ നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു. ഞാൻ മുത്തശ്ശിയോട് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്നെ നിർബന്ധിച്ച് കിച്ചണിൽ കയറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. ഇതൊരു ചെറിയ പൊള്ളലാണ്. കൈ പൊള്ളിയപ്പോൾ ഓയിൽമെൻറ്റ് പരട്ടിയതാണ്. ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ മരുമകൾ കിച്ചണിൽ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കാറുണ്ട്. അനാമിക നയനയെ കണ്ട് പഠിക്കണം. ഒരു പരാതിയും പരിഭവവും പറയാതെയാണ് അവൾ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി തരാറുള്ളത്. ഇത്ര ദിവസം അവളല്ലേ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെ നേരത്തെ കുളിച്ച് പ്രാർത്ഥിച്ച് നയനമോൾ കിച്ചണിൽ കയറും. എന്നാൽ ജാനകിയുടെ മരുമകൾ അങ്ങനെയാണോ? എല്ലാവരും എഴുന്നേറ്റാലും ജാനകിയുടെ മോൾ എഴുന്നേൽക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അത് കേട്ട് ദേഷ്യത്തോടു കൂടി ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിയെടുത്ത് എന്താണ് ഈ പറയുന്നത്? എൻ്റെ മരുമകൾ ആ നയനെ പോലെയാണോ? അവൾ കോടീശ്വരിയല്ലേ? മാത്രമല്ല അനാമിക മോൾക്ക് കിച്ചണിൽ കയറി ശീലവുമില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് അറിഞ്ഞുകൊണ്ട് അനാമിക മോൾ എന്തിനാണ് കിച്ചണിൽ കയറ്റിയത്? മോളുടെ കൈ പൊള്ളിയില്ലേ? മോളുടെ കൈ പൊള്ളിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇതിനെല്ലാം കാരണം അനിമോൻ്റെ മുത്തശ്ശനാണ്. എത്ര ജോലിക്കാർക്ക് വേണമെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള ആസ്തിയെല്ലാം ഇവിടെയുള്ളവർക്കുണ്ട്. എൻ്റെ മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്കാരെ ഇവിടെ നിർത്താത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, രേവതി, നീ വിചാരിക്കുന്നത് പോലെയൊന്നും ഇവിടെ സംഭവിച്ചില്ല. അനാമിക മോൾക്ക് ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അവളൊരു ജോലിയും ചെയ്യാറുമില്ല. അവൾക്കൊരു ഉത്തരവാദിത്തമായിക്കോട്ടെ എന്ന് കരുതിയാണ് അവളെ കിച്ചണിൽ കയറ്റിയത്. നയനമോളെയും നവ്യമോളെയും പോലെ തന്നെ അനാമിക മോൾ ഉത്തരവാദിത്തങ്ങളെല്ലാം പഠിക്കണം. അത് കേട്ട് അനാമികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശ, ഇവളെ പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ട് എനിക്ക് മടുത്തു. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ആദ്യം എനിക്ക് നയനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ശരിയും തെറ്റും മനസ്സിലാക്കി തുടങ്ങുകയാണ്. ഇനി കുറച്ച് പേരും കൂടി മനസ്സിലാക്കാനുള്ളൂ എന്നൊക്കെ ദേവയാനി അനാമികയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ദേവയാനി പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അനാമിക. വല്യമ്മ തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ ടെൻഷനാവുകയാണ് അനാമിക. ആ സമയം രേവതി പറയുന്നുണ്ട്, എൻ്റെ മോളെ കിച്ചണിൽ കയറ്റി കൈ പൊള്ളിച്ചത് ഞങ്ങളെല്ലാവരും കൂടിയാണ്. ഞങ്ങളുടെ മോളെ വേദനിപ്പിച്ചതിന് ഞങ്ങൾ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ പോലീസുകാർ ഇങ്ങോട്ട് എത്തും. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, രേവതി, നീ ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കേണ്ട. എന്താണ് സത്യമെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ചില കാര്യങ്ങൾ കൂടി തെളിയിക്കാനുണ്ട്. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിത്തെറിക്കുകയാണ് രേവതിയും അനാമികയും.